ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇപ്പം നമ്മളുള്ളത് മലപ്പുറം ജില്ലയിലെ മിനിയൂട്ടി എന്ന സ്ഥലത്താണ് കേട്ടോ. മിനിയൂട്ടിയിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ വരുന്നത്. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അമ്മേനെ മുമ്പിൽ വെച്ച് എവിടെയൊക്കെ പോയി ഇരിക്കുന്നുണ്ട്. എന്നെ കാണും. പോവല്ലേ, ഞാനുണ്ട്. അയ്യോ, നിങ്ങൾ പോവല്ലേ? ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഭവം. ഇനിയുണ്ടോ നിച്ചൂടെ? പോ. ഇനി നമ്മളെങ്ങനെ തിരിച്ചിറങ്ങും? അപ്പോൾ അവിടെ നിൽക്കുക, ഫോട്ടോ എടുത്തരാം. ഇവിടെ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ട്. പക്ഷെ ഞങ്ങൾ ആദ്യം പോയത് മിറർ മെയ്സിലോട്ടാണ്. മിറർ മെയ്സ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനാണ് പോയത് കേട്ടോ. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് കണ്ണാടികൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. എങ്ങോട്ട് നോക്കിയാലും നമുക്ക് നമ്മുടെ തന്നെ പ്രതിബിംബങ്ങൾ കാണാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ശരിയായ വഴി കണ്ടെത്തി നമുക്ക് പുറത്തു പോകാനൊക്കെ പ്രയാസമായിരിക്കും. എന്നാൽ ഇതൊരു ഒപ്റ്റിക്കൽ ഇലൂഷൻ എന്ന് പറയാം. ഒരു കൗതുകകരമായ ഒരു അനുഭവം തന്നെയാണിത്. മിനിയൂട്ടിയിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റും കേട്ടോ. അങ്ങനെ ഞങ്ങൾ മിറർ മേസിൽ നിന്ന് പുറത്തിറങ്ങി. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് മിനിയൂട്ടി. നമ്മൾ മിറർ മേസിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് കുട്ടികളുടെ പാർക്കിലോട്ടാണ്. കുട്ടികളുടെ പാർക്കിൽ ആക്റ്റീവായിട്ടൊരു 3-4 റൈഡ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ പക്ഷേ നമുക്ക് 70 റുപ്പീസിന് എല്ലാ റൈഡിലും കയറാം. എത്ര ടൈം വേണമെങ്കിൽ നമുക്ക് അതിനുള്ളിൽ സ്പെൻഡ് ചെയ്യാനും പറ്റും. മിറർ മേസിനുള്ളിൽ ഒരാൾക്ക് എൻട്രി ഫീ വരുന്നത് 100 റുപ്പീസാണ്. മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്ക് അടുത്തുള്ള അരിമ്പ്ര എന്ന ഗ്രാമത്തിലാണ് ഈ മനോഹരമായ മലനിരകൾ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് അരിമ്പ്ര മല എന്നും വിളിക്കാറുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1000-ലധികം അടി ഉയരത്തിലാണ് കേട്ടോ ഈ ഒരു പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു ഹിൽ സ്റ്റേഷനിൽ വന്നൊരു ഫീലൊക്കെ കിട്ടും. അതുമാത്രമല്ല കേട്ടോ, ഇവിടുത്തെ ഈ ഒരു പച്ചപ്പും ദൂരെയുള്ള കോഴിക്കോട് മലപ്പുറം ഭാഗങ്ങളുടെ കാഴ്ചകളും ഒക്കെ നല്ല മനോഹരമാണ് ഈ ഒരു ഇത്രയും ഹൈറ്റിൽ നിന്ന് കാണാൻ. പിന്നെ അതേപോലെ കുന്നിൻ ചെരുവുകളായിക്കോട്ടെ, വ്യൂ പോയിന്റുകളായിക്കോട്ടെ, അതൊക്കെയാണ് ഇവിടുത്തെ ഒരു ആകർഷണം. ഇനി ഫോട്ടോസ് എടുക്കാനായാലും റീൽസ് എടുക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഒരു പറ്റിയൊരു കിടിലൻ സ്പോട്ടും കൂടിയാണ് മിനിയൂട്ടി. ഇനി പാർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഒരുപാട് ഹൈലൈറ്റ്സ് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഏറ്റവും എന്നെ ഇവിടെ അട്രാക്റ്റ് ചെയ്തൊരു കാര്യമാണ് ഇവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജ്. ഞാൻ ഇതുവരെ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറിയിട്ടില്ല, പക്ഷേ ഇന്നത് ഫസ്റ്റ് ടൈം ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. നിച്ചു ആണെങ്കിൽ ഇതിനുള്ളിൽ നിന്ന് പുറത്ത് ഇറങ്ങുന്ന ഒരു ലക്ഷണവും ഇല്ലായിരുന്നേ. ആൾക്ക് ഈ ഒരു റൈഡിൽ ഫസ്റ്റൊക്കെ കയറാൻ ഭയങ്കര പേടിയായിരുന്നു. നമ്മൾ ഓൾറെഡി ബേക്കൽ ഫോർട്ടിൽ പോയ സമയത്ത് ബേക്കൽ ബീച്ച് പാർക്കിൽ ഈ ഒരു റൈഡ് ഉണ്ടായിരുന്നു. അന്ന് അതിൽ കയറാൻ നിച്ചുവിന് ഭയങ്കര പേടിയായിരുന്നേ. കയറിയ പാടെ ആൾ തിരിച്ചിറങ്ങിയായിരുന്നു. ഇന്ന് ആ പേടിയൊക്കെ എന്തായാലും മാറി കിട്ടിയിട്ടുണ്ട്. നമ്മൾ വന്നേക്കുന്നത് മിസ്റ്റി ലാൻഡ് നാച്ചുറൽ പാർക്കിലാണ്. ഈ മിനിയൂട്ടിയിൽ തന്നെ വേറെയും പാർക്കുകളുണ്ട് കേട്ടോ. അതിനുള്ളിൽ തന്നെ ഒരുപാട് ടൈപ്പിലുള്ള ഒരുപാട് വെറൈറ്റി റൈഡ്സും ഉണ്ട്. അപ്പോൾ മിസ്റ്റി ലാൻഡ് നാച്ചുറൽ പാർക്കിനുള്ളിലാണെങ്കിൽ ചിൽഡ്രൻസിനുള്ള പാർക്കുണ്ട്. പിന്നെ അതേപോലെ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്, റോപ്പ് വേ ഉണ്ട്, അണ്ടർ വാട്ടർ അക്വേറിയം ഉണ്ട്, പിന്നെ അതേപോലെ മിറർ മെയ്സ് ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് റൈഡ്സുകൾ ഇതിനുള്ളിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നിലും നമ്മൾ കയറണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള എൻട്രി ഫീ നമ്മൾ പേ ചെയ്യണം. ഞങ്ങളൊരു ഈവനിങ് ടൈമിലാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത്. ഇവിടെ വരാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം വൈകുന്നേരങ്ങളിലാണ്. കാരണം ആ ഒരു ടൈമിൽ നല്ലൊരു തണുത്ത കാറ്റും പിന്നെ അതേപോലെ നല്ല കോടമഞ്ഞും സൂര്യാസ്തമയമൊക്കെ നമുക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റും. ഞങ്ങളിവിടെ വന്ന സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ ഫാമിലി ആയിട്ടാണെങ്കിലും ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിലും ഒക്കെ നമുക്ക് ഒരുമിച്ച് വന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലേസും കൂടിയാണ് മിനിയൂട്ടി. ഞാൻ പറഞ്ഞ ആ ഗ്ലാസ് ബ്രിഡ്ജ് ഈ കാണുന്നതാണ് കേട്ടോ. ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന ഒരു വ്യൂ കണ്ടില്ലേ, നല്ല അടിപൊളിയാണ്. പിന്നെ അതേപോലെ ഇപ്പോൾ ചെറിയ രീതിയിലൊരു കോടമഞ്ഞൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഗ്ലാസ് ബ്രിഡ്ജ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഒരു 6 o'clock ഒക്കെ ആകുമ്പോഴേക്കും ഉള്ള ആ ഒരു ടൈമിലാണ്. നമുക്ക് ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ അത് എൻജോയ് ചെയ്യാൻ പറ്റും. സോ ആ ഒരു 6 o'clock ആവാൻ വേണ്ടിയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനിടയിൽ ഞങ്ങൾ ഒരു ചായയൊക്കെ കുടിക്കാൻ വേണ്ടി കയറി. ചായ കുടിക്കാനുള്ള കോഫി ഷോപ്പ് ആയിക്കോട്ടെ, അതേപോലെ സ്നാക്സ് ഏരിയ ആയിക്കോട്ടെ, എല്ലാം ഈ ഒരു പാർക്കിനുള്ളിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ്. ഇത് ജ്യൂസ് ബോക്സ് എന്നാണ് ഈ ഒരു ഷോപ്പിൻ്റെ പേര്. ഇനി ഇവിടുന്ന് ചായ കുടിച്ച് നമുക്ക് പുറത്തിറങ്ങുമ്പോഴേക്കും നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് പോകാം. ഓൾറെഡി നമ്മൾ കയറാതിരുന്നത് വൺസ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും എൻ്റർ ചെയ്യണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ആ ഒരു 6 o'clock ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ലൈറ്റ്സൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും.
മിനി ഊട്ടിയിലെ പ്രധാന ആകർഷണമാണ് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ്. ആദ്യം ഇതിൽ കയറാൻ ചെറിയ പേടിയൊക്കെ തോന്നുമെങ്കിലും ഒന്ന് കയറി നടന്നപ്പോൾ ഒന്ന് ഓക്കെ ആയിട്ടോ. താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ പച്ചപ്പാണ്, മേലോട്ട് നോക്കിയാൽ ആകാശമാണ്. ഇതിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഉണ്ടല്ലോ, ആകാശത്തു കൂടി നടന്നാൽ എങ്ങനെ ഉണ്ടാവും അങ്ങനെ ഒരു ഫീലായിരുന്നു കിട്ടിയത്. താഴോട്ട് നോക്കിയാൽ ഫുൾ പച്ചപ്പാണ്. പിന്നെ ചുറ്റുപാട് നല്ല മലനിരകളും കുന്നുകളും പച്ചപ്പും ഒക്കെ ആയിട്ട് നല്ല മനോഹരമായ കാഴ്ചകളാണ്. ദൂരേക്ക് നോക്കിയപ്പോഴാണ് തീ ഇങ്ങനെ കത്തിപ്പിടിക്കുന്നത് കാണുന്നത്. കത്തിപ്പിടിച്ചതാണോ തീയിട്ടതാണോ എന്നൊന്നും അറിയില്ല. മിനി ഊട്ടിക്കുള്ളിൽ തന്നെ വേറെയും പാർക്കുണ്ട്. അതിൽ മിസ്റ്റി ലാൻഡ് നാച്ചുറൽ പാർക്കിലാണ് നമ്മളുള്ളത്. സോ ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിൽ എൻട്രി ഫീ വരുന്നത് ഒരാൾക്ക് 200 റുപ്പീസാണ്. പിന്നെ അതേപോലെ തന്നെ നല്ല അടിപൊളി ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുന്ന കിഡിലൻ സ്പോട്ടും കൂടിയാണ് കേട്ടോ. ഒത്തിരി പേര് വീഡിയോസ് എടുക്കുന്നുണ്ട്, റീൽസൊക്കെ എടുക്കുന്നതും കാണാൻ പറ്റിയ. പിന്നെ ഇവിടുന്ന് തന്നെ നമ്മൾ 100 റുപ്പീസ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ നമുക്ക് നല്ല ഫുൾ വ്യൂ ഒക്കെ വരുന്ന പോലെ നമുക്ക് ഒരു വീഡിയോ അവരെടുത്ത് തരുന്നുണ്ട്. ഒരു സൈഡിൽ നിന്ന് അങ്ങേ സൈഡ് വരെ അങ്ങ് എൻഡ് വരെ പോയിട്ട് നമുക്ക് തിരിച്ചു വരുന്ന ഒരു വീഡിയോ ആണ്. ഒരു വീഡിയോയ്ക്ക് 100 റുപ്പീസാണ്. അവരതെടുത്തിട്ട് നമുക്കത് സെൻഡ് ചെയ്ത് തരും. ലൈറ്റ്സൊക്കെ ഓണായി കഴിയുമ്പോൾ അതൊരു വേറെ ഭംഗിയാണ് കേട്ടോ. പല കളർ ലൈറ്റ്സൊക്കെ മിന്നിത്തിളങ്ങി അത് നമ്മൾ ഏതോ ഒരു ആകാശത്ത് നിൽക്കുന്ന ഒരു ഫീലും കിട്ടും. നല്ല ബാക്ക്ഗ്രൗണ്ടിൽ നല്ല മ്യൂസിക് ഉണ്ട്. പക്ഷെ ഞാനത് വീഡിയോയിൽ ആ മ്യൂസിക് ആഡ് ചെയ്യുന്നില്ല, കാരണം കോപ്പിറൈറ്റ് അടിക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് അത് ആഡ് ചെയ്യാത്ത. കണ്ടില്ലേ, ആ ചേട്ടൻ വീഡിയോ എടുത്ത് കൊടുക്കുന്നതാണ് കേട്ടോ. നമ്മളും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ എൻഡ് വരെ പോയി തിരിച്ച് വരുന്ന വൺ ടൈം അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരുന്നതിനാണ് 100 റുപ്പീസ്. ആ ചേട്ടൻ വീഡിയോസ് എടുത്ത് കൊടുക്കുകയാണ്. ഒത്തിരി പേര് എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലാസ്റ്റ് പോയത് അണ്ടർ വാട്ടർ അക്വേറിയം കാണാനാണ്. ഇത് പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഈ ഒരു സ്ഥലം കളർഫുള്ളായിട്ടുള്ള ഫിഷൊക്കെ ഉണ്ട്. ഒത്തിരി ഫിഷിൻ്റെ കളക്ഷനൊന്നും ഇല്ലെങ്കിലും പക്ഷെ ഉള്ളത് കുട്ടികൾക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിനുള്ളിൽ കയറാൻ എൻട്രി ഫീ വരുന്നത് 100 റുപ്പീസാണ്. നിച്ചുനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഈ ഒരു അണ്ടർ വാട്ടറിലൂടെ ഇങ്ങനെ അക്വേറിയം ഒക്കെ കണ്ടു പോകുമ്പോൾ അവൾ എക്സൈറ്റഡ് ആണ്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ പോകാനൊക്കെ ആയാലും അല്ലെങ്കിൽ കുട്ടികളെയും കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്ഥലമാണ് മിനി ഊട്ടി. എസ്പെഷ്യലി മലപ്പുറത്ത് വരുവാണെങ്കിൽ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലേസാണ് മിനി ഊട്ടി. ഒത്തിരി കുട്ടികൾക്ക് ആയാലും വലിയവർക്കായാലും എൻജോയ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം നല്ല രീതിയിലുള്ള റൈഡ്സൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. സോ ഞങ്ങൾ അങ്ങനെ മിനി ഊട്ടിയിലെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെയാണ് കേട്ടോ. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഫൈനലി ലാസ്റ്റ് കയറിയത് ഈ അണ്ടർ വാട്ടർ അക്വേറിയത്തിലാണ്. അത് കഴിഞ്ഞ് ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും മറ്റൊരു വ്ളോഗിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.